എന്താ വാസു? പോയി കുഞ്ഞെ പോയി. ആൾക്കാർ പറയുന്ന നേരാ. വാസൂട്ടമി നടത്തിയാ പിന്നെ കൊച്ചുങ്ങളുണ്ടാകത്തില്ല. ഗോമതിയുടെ ഗർഭം പോയി. എന്താ ഉണ്ടായത്? എനിക്കറിയത്തില്ലേ. അവള് വിശേഷിച്ചൊന്നും തിന്നുമില്ല. വൈകിട്ട് സൗദ കൊച്ചു കൊണ്ടുവന്ന ഒരു പഴം തിന്നു. കലിയ ടീച്ചർ കൊടുത്തയച്ചു. അത് തിന്നപ്പോ തുടങ്ങി അടിവേറ്റലിന് വേദനയും ശക്തിയിലും. സാറ് ഒന്ന് നോക്കിയാട്ടെ. വരൂ. എന്റെ എല്ലാ സംശയങ്ങളും തീർന്നു. എന്റെ മന്ത്രങ്ങൾ ആകെ പഴിച്ചിരിക്കുകയാണ്. നീ എന്താ അറിയാ ഈ പറയുന്നത്? അതേ കാക്ക, പ്രേതശക്തിക്ക് ക്രോധത്തെ നശിപ്പിക്കാനാകും. ഗോമതിയുടെ ഗർഭം പ്രേതശക്തി നശിപ്പിച്ചതാണ്. എനിക്ക് ഉടനെ അപ്പച്ചനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവനാപത്താണ്. നീ വീട്ടിലേക്ക് വരുന്നില്ലേ? ഇല്ലേ കാക്ക, ഞാൻ കാലത്ത് അപ്പച്ചനെ കാണാൻ പോകുന്നു. പക്ഷെ ഞാൻ പോയി മടങ്ങി വരുന്നവരെ സൂക്ഷിക്കണം. ജോസഫ് ഇനി ഒരിക്കലും കലികയുടെ വീട്ടിൽ പോകാൻ പാടില്ല. ഇപ്പൊ ജോസഫിന്റെ ബീജം, പക്ഷെ അടുത്തത് ജോസഫ് നമ്മളൊക്കെ ആകും. സൂക്ഷിക്കണം. സത്യമാണ് കാക്ക ഇത്? കറിയ വെറുതെ പറയില്ലല്ലോ. ഏതായാലും അപ്പച്ചൻ വരട്ടെ, നീ വാ. എന്തിനീ പാതിരാക്കി ക്ഷണം? ടീച്ചർ തോൽവി സമ്മതിച്ചിരിക്കണം. ഈ അവസരം പാഴാക്കണ്ട. കലിക അടിയറവ് പറയുന്നത് സുഖകരമായ കാര്യമാണ്. എന്താ പറ്റ? വളരെ അപകടകരമായിരിക്കുന്നല്ലോ മോനെ. അവരോടൊപ്പമാണോ ജോസഫ് ഇടപഴകുന്നത്? നാശകരം. നമുക്ക് ഉടൻ പുറപ്പെടണം. എന്താ ജോസഫ് മിണ്ടാത്തത്? പേലപ്പനെ ഞാൻ പറഞ്ഞയച്ചു കഴിഞ്ഞു. ഇനിയും മിണ്ടരുതോ? ഞാൻ മിണ്ടാൻ വന്നതല്ല, കേൾക്കാൻ വന്നതാണ്. എന്താ ജോസഫിന് അറിയേണ്ടത്? എനിക്ക് എല്ലാം അറിയണം, എല്ലാം. എന്ന് വെച്ചാൽ? ടീച്ചറിനെയും ഈ വീടിനെയും ചുറ്റിപ്പറ്റി ഞാൻ അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അതെനിക്കറിയണം. എന്നിട്ട്? എനിക്ക് ടീച്ചറിനെ അറിയണം, അനുഭവിക്കണം. നാട്യമൊന്നും വേണ്ട ടീച്ചർ. നിങ്ങളെപ്പോലെ അവിവാഹിതയും സുന്ദരിയുമായ ഒരു സ്ത്രീ എന്നെ പോലുള്ളൊരു ചെറുപ്പക്കാരിൽ നിന്ന് അത് ആഗ്രഹിച്ചതുകൊണ്ട് മാനമൊന്നും ഇടിയാൻ പോകുന്നില്ല. ഞാൻ എന്റെ ഉള്ളിൽ തോന്നിയത് പറഞ്ഞതേ ഉള്ളൂ. ജോസഫിന്റെ ധൈര്യം ഞാൻ ഇതേവരെ മറ്റാർക്കും കണ്ടിട്ടില്ല. എന്റെ മുഖത്ത് നോക്കി. അതാണ് ഞാൻ, ജോസഫ്. എനിക്ക് മുഖം മൂടിയില്ല. അതെ, ജോസഫ് കാപ്പി കഴിച്ചില്ല. ആറി കണത്താൽ ഒരു സുഖം ഉണ്ടാവില്ല. എന്താ ജോസഫ്? എനിക്കൊന്ന് ഛർദ്ദിച്ചാ കൊള്ളാമെന്ന് തോന്നുന്നു. കണ്ടവാരം കുടിച്ചതുകൊണ്ടാവാം. ഞാനിപ്പോ വരാം.
ടീച്ചർ, മുഖം കഴുകി വരൂ, അകത്തേക്ക് പോവാം. നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു സദൻ. ഇത് നമ്മുടെ തെറ്റ് തന്നെയാണ്. പക്ഷെ ജോസഫ് ഈ രാത്രിയിൽ പുറത്തു പോകും നമ്മൾ കരുതില്ലല്ലോ കാക്ക, പ്രത്യേകിച്ച് കൂടുതൽ കുടിച്ച സ്ഥിതിക്ക്. അങ്ങനെ കരുതിയതാണ് നമ്മുടെ തെറ്റ്. ഛേ, ഇനി സക്രിയോട് ഇതെങ്ങനെയാ പറയാ? നിങ്ങൾ എത്ര സുന്ദരിയാണ്. എന്താണിത്? നീ ഇത്ര പെട്ടെന്ന് അടിമപ്പെട്ടുവല്ലോ. വർഷങ്ങളായി വരണ്ട മരുഭൂമിയായിരിക്കാം നിന്നിലെ സ്ത്രീയുടെ മനസ്സ്. പക്ഷേ ഒരു നിമിഷത്തിന്റെ ദൗർബല്യത്തിൽ നിനക്ക് നഷ്ടമാകുന്ന നിന്റെ ശക്തികൾ ഹരിത് ഹരിത്. ലൈറ്റ് പോയി. എന്തു പറ്റി? ഫീസ് പോയതായിരിക്കും.
അയാളിപ്പോ ശരിയാകൂ? ഇപ്പൊ ശരിയാകും. എവിടായി മോനെ? എത്തിക്കഴിഞ്ഞു. കലിക ടീച്ചർ വീട് ഇതിനടുത്താ. അശുഭകരമായ ഒരു വാർത്ത നാം അറിയാൻ പോകുകയാണ്. അതിനുള്ള മനക്കരുത്ത് നീ സമ്പാദിക്കുക. എന്താ അപ്പച്ച? പറയാം. പോകും വഴി നീ കലിയുടെ വീട്ടിലൊന്ന് കയറണം. അതെന്തിനാ അപ്പച്ച? ജോസഫ് അവിടെ ഉണ്ടാകും. ജോസഫിനെ രാത്രി പുറത്തെങ്ങും വിടരുതെന്ന് ഞാൻ പ്രത്യേകം ചട്ടം കെട്ടിയിട്ടുണ്ട്. ആയിക്കോട്ടെ. കാർ അല്പം നീക്കിയിട്ടിട്ട് നീ കലിയുടെ വീട്ടിൽ പോയി ഒന്ന് നോക്കിയിട്ട് വരും. ശരി അപ്പച്ച. ടീച്ചർ, ജോസഫ്, അറിയാം. ക്ഷമിക്കണം, ഞങ്ങൾ അറിഞ്ഞില്ല. ജോസഫ് രാത്രി പുറത്തുപോയി. പക്ഷെ വരും, ഉടനെ വരും. വിഷമിക്കണ്ടേ കാക്ക, ജോസഫിനെ വരില്ല. ജോസഫ് മരിച്ചു കഴിഞ്ഞു. കലികളെ കൊന്നു കാക്ക.
സദൻ സദൻ ജോസഫിന്റെ മൃതദേഹം മിനിറ്റുകൾക്കുള്ളിൽ ഈ വീട്ടുമുറ്റത്തെത്തും. പറയൂ മോനെ. ഈ മരണം ഒരു സാധാരണ മരണമായി നമുക്ക് ആളുകളെ ബോധ്യപ്പെടുത്തണം. നീ പറയാറുള്ള നാട്ടു ഡോക്ടറെ കൊണ്ട് നമുക്കങ്ങനെ എഴുതി വാങ്ങിക്കണം. എന്നിട്ട് വേണം ജോസഫിനെ അടക്കാൻ. നമ്മുടെ അടുത്ത ലക്ഷ്യം കലികയുടെ എല്ലാ മന്ത്രശക്തികളും നശിപ്പിക്കുക എന്നുള്ളതാണ്. കലിയുടെ ശക്തി ഇപ്പോൾ തന്നെ 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. അവരുടെ പക്കൽ ഇനിയും പഞ്ചശക്തികളുണ്ട്. അവയെ നശിപ്പിക്കുകയാണ് വേണ്ടത്. അതുവരെ ആർക്കും സംശയം തോന്നരുത്. കലികയുടെ ശക്തി ഇങ്ങനെ വർദ്ധിച്ചാൽ നാട്ടിൽ തന്നെ ആപത്താണ്. പക്ഷേ അപ്പച്ച, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, കലിക എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? കലിക എന്തിനു ജോസഫിനെ കൊന്നു? അത് ഒരു വലിയ കഥയാണ്. താമസിയാതെ അപ്പച്ചൻ പറഞ്ഞില്ല. തൽക്കാലം ജോസഫിനെ മറവ് ചെയ്ത് നാളെ മുതൽക്കുള്ള പൂജയ്ക്ക് വേണ്ട ഏർപ്പാടുകൾ ചെയ്യുക. ജമാൽ അവൻ നിരപരാധി, ആജ്ഞാനുവർത്തി. അവനെ വിട്ടേക്കൂ. ഒടിയാ 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 ജമാൽ, 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 കരയാതിരിക്കൂ. എല്ലാം ഈശ്വരവിധിയാണെന്ന് കരുതും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ജോസഫിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പച്ച, എന്റെ പൊടിയനെ കൊന്നവളുടെ കരണത്തിൽ നടിക്കാനുള്ള അവസരമെങ്കിലും എനിക്ക് തരും. എന്റെ പൊടിയന് വേണ്ടി അതെങ്കിലും ചെയ്ത് ഞാനൊന്ന് സമാധാനിക്കട്ടെ. സമാധാനിക്കൂ. അതിനുള്ള അവസരം നിനക്കുണ്ടാകണം. അമ്മച്ചി, ഇന്ന് ചന്തയിൽ പോണില്ലേ? ഇല്ല, നീ പോയിക്കോ. ധര, ധരണി, ധരിത്രി, മഞ്ഞ്, ഉറുവി, ധാത്രി, ക്ഷിതി, മഹി. ഇതെല്ലാം ഭൂമിയുടെ പര്യായങ്ങളാണ്. മനസ്സിലായോ? നാളെ വരുമ്പോൾ ഇതെല്ലാം ഭംഗിയായി പകർത്തി എഴുതിക്കൊണ്ടുവരണം. എന്നാ കുട്ടി പോയിക്കോളൂ.
ആ വാസു വന്നോ? ടീച്ചർ അറിഞ്ഞായിരിക്കും. അറിഞ്ഞോ? കഷ്ടമായി പോയി. നല്ല മനുഷ്യൻ, പരോപകാരി. ഇന്നലെ ഷാപ്പി വെച്ച് കണ്ടപ്പോ എന്തൊരു ചുറുചുറുക്കായിരുന്നു. ചങ്ക് നിന്നുപോയെന്നാ ഡോക്ടർ പറഞ്ഞത്. മദ്യപാനം കൊണ്ടാണ്. മദ്യം കുറയ്ക്കണമെന്ന് ഞാനും ജോസഫിനോട് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ വിളിച്ചത്? എന്റെ 7 ദിവസത്തെ പൂജ ഇന്ന് തുടങ്ങിയാണ് വാസു. ആ വേലപ്പൻ എന്നെ പറ്റിച്ച് സ്ഥലം വിട്ട് കളഞ്ഞു. കുറെ കാശും അവൻ എടുത്തോണ്ട് പോയി. പൂജയ്ക്കുള്ള കുറെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരണം. അവിടെ ഒരു വയസ്സൻ വന്നെന്ന് തോന്നുന്നു. ഔസേപ്പുഞ്ഞിന്റെ ആരാണ്ടാണെന്നാ പറഞ്ഞത്. ആ ശരി. വാസു വൈകുമോ? ഇല്ല, ഔസേപ്പുഞ്ഞിന്റെ അടക്കം കഴിഞ്ഞിട്ട് ഉടനെ വരാം.